ഹായ് ഫ്രണ്ട്സ്, രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ബ്രോക്കോളി വെച്ചിട്ട് ഒരു സൂപ്പാണ്. ഈ കാലാവസ്ഥയിൽ, അതായത് തിരുവാതിര ഞാറ്റുവേലയിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ് വെജിറ്റേറിയൻസിന്. നോൺ വെജിറ്റേറിയൻസിന് ആടിൻ്റെ സൂപ്പിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുന്നേ ഇട്ടായിരുന്നു. അപ്പം ബ്രോക്കോളീൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ, ബ്രോക്കോളി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തി വർദ്ധിക്കാനും ക്യാൻസറിനെ തടയാനും ഹോർമോൺ ബാലൻസ് ചെയ്യാനും പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് കാൽസ്യത്തിൻ്റെ ഒരു കലവറയാണ് ബ്രോക്കോളി. വൈറ്റമിൻ കെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെ ബലത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം, എങ്ങനെയാണ് ബ്രോക്കോളീൻ്റെ സൂപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബ്രോക്കോളീൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അത് നമുക്ക് ബ്രോക്കോളി കോളിഫ്ലവറിൻ്റെ പോലെ തന്നെ നന്നായിട്ട് വിഷമൊക്കെ അടിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടേക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതും കൂടെ ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ അത് നമ്മളെല്ലാം ഒന്ന് അടർത്തിയിട്ട് കൊടുക്കുക. കാരണം അതിൻ്റെ ഇടയിലൊക്കെ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വരാനൊക്കെ എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ച് ഇടുക. എന്നിട്ട് ഇത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി നമുക്ക് വെള്ളമൊക്കെ വാർത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു പിടി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 5 വെളുത്തുള്ളീൻ്റെ അല്ലി, പിന്നെ ഒരു പിഞ്ച് ഇഞ്ചി മതി കേട്ടോ, ചെറിയൊരു പീസ് മതി. ഇതും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ കല്ലുപ്പാണ്, അത് മുഴുവൻ ചേർത്തിട്ടില്ല, നമുക്ക് സൂപ്പിൻ്റെ ഉപ്പിനനുസരിച്ചിട്ട് നോക്കാം. പിന്നെ അത് നമുക്ക് സൂപ്പിന് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും. അപ്പോൾ ഞാനൊരു മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അതാ തിള വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വെന്തോന്ന് നോക്കണമെങ്കിൽ നമ്മൾ തുറന്നിട്ട് ഒരു സ്ക്വയർ, അത് ഒരു ഈർക്കിളെടുത്തിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കിയാൽ ഇതുപോലെ നമുക്ക് ഈർക്കിൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് കാണാം. അപ്പം വെന്ത് എന്നർത്ഥം. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം തണുക്കാനായിട്ട്. ഇനി നമുക്ക് മിക്സീൻ്റെ ഒരു ജാറിലേക്ക് ഞാനൊരു 15 ബദാം കുതിർത്ത് തൊലി കളഞ്ഞതാണ്, ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ബ്രോക്കോളി വേവിച്ചിട്ട് അതിപ്പം ചൂടാറിയിട്ടുണ്ട്, അതൊന്ന് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റണം. ഈ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാനിപ്പോൾ ബദാം ഒന്ന് അടിച്ചതിൻ്റെ ശേഷം ഒന്നും കൂടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം ബദാമൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മിക്സീൻ്റെ അതേ ജാറിൽ തന്നെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബ്രോക്കോളി ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രോക്കോളി നമ്മൾ അല്ലാതെയൊക്കെ ഉണ്ടാക്കുന്നതിലും സൂപ്പ് വെച്ചാലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബാക്കിയുള്ള ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വലിയ ജാറിലാണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിലെടുക്കാം. ഞാനിപ്പം ബദാം അടിച്ച അതേ മിക്സിയിൽ അടിക്കുന്നതുകൊണ്ടാണ് ഇതിൽ തന്നെ എടുത്തത്. ഇപ്പോൾ എല്ലാം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രോക്കോളി വേവിച്ച ആ വെള്ളത്തിൽ, കോളിഫ്ലവർ എന്നാണ് കേട്ടോ എപ്പോഴും വന്നു പോണത്. അപ്പം ബ്രോക്കോളി വേവിച്ച ആ വെള്ളത്തിൽ മിക്സീൻ്റെ ജാറൊക്കെ കഴുകി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേണമെങ്കിൽ അരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് അരിക്കണമെന്നില്ല, ബാക്കി ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ബ്രോക്കോളി വേവിച്ച വെള്ളം. ഇനി ഇതിലേക്കാണ് ഞാൻ ആ അടിച്ച് വെച്ചിട്ടുള്ള ബ്രോക്കോളി അടിച്ചതും കൂടെ ചേർക്കുകയാണ്. ഇതിനി നമുക്കൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം.
ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ബാക്കി വെച്ച ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ എരിവ് നോക്കിയപ്പം കുരുമുളക് ആ ഒരു ടേബിൾ സ്പൂണ് കറക്റ്റ് ആയിരുന്നു. ഞാൻ പിന്നീട് അതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് എരിവില്ലാത്ത കുരുമുളകാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നൂൽ സേമിയാണ് എടുക്കുന്നത്. നൂൽ സേമിയ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ സേമിയാണ്, കട്ടിയുള്ള സേമിയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളം കളഞ്ഞ് അതൊന്ന് കഴുകി എടുത്തിട്ട് വേണം ഇടണമെങ്കിൽ. ഇതിന് അധികം കൊഴുപ്പൊന്നുമില്ല. അത് റോസ്റ്റഡ് നൂൽ സേമിയാണ്. ഇതിനി ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. നൂൽ സേമിയ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇളക്കി തിളപ്പിക്കുക. കാരണം അടിയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് ആയപ്പോൾ നൂൽ സേമിയ ഒക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും എരിവും ഒക്കെ പാകമാക്കി എടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സേമിയയും വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ബദാത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ അല്പം മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇതും കൂടെ ഒഴിച്ച് നമുക്ക് നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫാക്കി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്തിട്ട് വറവ് ചേർക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് 1 സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ ചെറിയുള്ളി മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുക. പിന്നെ ബ്രെഡൊക്കെ പൊരിച്ചിട്ട് അങ്ങനെയും ചേർത്തട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് ഹെവിയാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലീൻ്റെ ഇല കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഈ സമയത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കും വേണ്ട. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഗസ്റ്റ് വരുമ്പം കൊടുക്കാനും അല്ലാതെ നമ്മൾ 10 മണിക്കോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് ബ്രോക്കോളി വെച്ചിട്ട് സൂപ്പ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ അങ്ങനെയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ബ്രോക്കോളീൻ്റെ ആ ടേസ്റ്റ് തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബ്രോക്കോളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബ്രോക്കോളി കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ സൂപ്പ് കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഇത് കഴിച്ചു പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഞാനിപ്പോൾ ആ ബദത്തിൻ്റെ മിക്സ് മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു മല്ലിയിലയും വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള വീഡിയോ ചെയ്യാൻ നമ്മളുടെ ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ. താങ്ക് യു.